Good morning, good afternoon, good evening. I don't know when you are going to see this video, so just all wishes together. Let me introduce myself. Some of you know me. I'm Dr. Manju, Principal in Charge, CPAS College of Teacher Education, Wycombe. I'm going to take theories of Pavlov and Skinner in Module 2. Module 2 approaches to learning. In this module, you have different theories of learning. In that first part, 2.1, you have three behaviorist theories. One is trial and error by Thorndike, classical conditioning by Pavlov, and operant conditioning by Skinner. Hope you are already familiar with trial and error learning by Thorndike in the previous class. Let me take Pavlov's classical conditioning and Skinner operant conditioning. The first Pavlov's class, I'm going to split into two sessions. Pavlov's theory of classical conditioning. It's also called conditioned response theory, respondent condition, or Pavlovian condition. Before going into theory, I just want to tell you something, some nostalgic feeling. സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്ത അന്ന് ഓർത്തിരുന്ന ഒരു കാര്യമാണ്, ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്, സ്കൂളിൽ അസംബ്ലിക്കോ ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷമാണെങ്കിലും ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബെല്ലുണ്ട് സ്കൂളിൽ. യെസ്, വാർണിംഗ് ബെൽ, ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ. ഇത് ഫൈനൽ ബെല്ല് കഴിയുമ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോയിരിക്കണം. പക്ഷേ നമ്മൾ സ്കൂളിൽ സാധാരണ കാണുന്ന ഈ ബെല്ല് അടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ PT സാറ് സ്കൂളിൽ ഒരു റൗണ്ട്സ് വരുന്ന കാണാം, കയ്യിൽ വടിയൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലും സ്കൂൾ കോറിഡോറിലും ഒക്കെ സാറിങ്ങനെ നടക്കുന്നതാണ്. ആ സാറിനെ കാണുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോയിരിക്കുന്നത്, ആക്ച്വലി ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറേണ്ട കുട്ടികൾ PT സാറിനെ കാണുമ്പോൾ തന്നെ ക്ലാസ്സിൽ പോയിരിക്കുന്ന ഒരു കാഴ്ച. അതെന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സാറിനെ കാണുമ്പോൾ തന്നെ കയറി ക്ലാസ്സിലേക്ക് ഓടിപ്പോകുന്നു? സാറിൻ്റെ വടി അടി കിട്ടുമെന്ന് ഓർത്തിട്ട് പേടിച്ചിട്ടായിരിക്കാം. എന്നാലും അതന്ന് മനസ്സിലായില്ല. BEdന് ശേഷം ഇപ്പോൾ എനിക്കത് മനസ്സിലായത് ദാറ്റ് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ബിഹേവിയറിലുണ്ടായ മാറ്റമാണ് അതെന്ന് മനസ്സിലായത്. സോ ആ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ പാവ്ലോവ് പറയുന്നു എന്നുള്ളത് നമുക്ക് ഈ തിയറിയിലൂടെ കാണാം. So this theory was advocated by Pavlov, a Russian physiologist. He was born September 26, 1849. He was a Russian physiologist. More than a psychologist, he was a doctor. Best known in psychology for his discovery of classical conditioning, he was awarded the Nobel Prize in Physiology in 1904 and died February 27, 1936. So we'll see what is conditioning and classical conditioning. Conditioning means modification of behavior or modification of natural response. You know what is stimulus and response, right? Stimulus is nothing but something which causes reaction in an organism. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് സ്റ്റിമുലസ് ആണെങ്കിൽ അതിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ക്ലാസ് അറ്റൻറ്റീവായിട്ട് കാണുക, കേൾക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഏത് ക്ലാസ് ആയാലും അല്ലേ. പക്ഷേ എല്ലാ ക്ലാസ്സിൻ്റെയും റെസ്പോൺസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇരിക്കുക എന്നുള്ളതായിരിക്കത്തില്ല സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന്. ആ റെസ്പോൺസിനെ മാറ്റം വരുത്തി നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So classical conditioning is a form of learning in which two stimuli are presented together and the response originally elicited by one of them comes to be elicited by the other. അതായത് ഇവിടെ പറയുന്നത് രണ്ട് സ്റ്റിമുലൈ ഒന്നിച്ചു കൊടുക്കുകയും അതിനകത്ത് ഒരു സ്റ്റിമുലസിന് കിട്ടുന്ന റെസ്പോൺസ് മറ്റൊരു സ്റ്റിമുലയിലൂടെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. I'll repeat, classical conditioning എന്ന് പറയുന്നത് is a form of learning in which two stimuli are presented together. അതിൽ ഒരു സ്റ്റിമുലയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് തന്നെ മറ്റു സ്റ്റിമുലയിൽ നിന്നും കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. Classical conditioning is defined as a process in which a conditioned stimulus comes to elicit a conditioned response after having paired with an unconditioned stimulus.
ഇപ്പം ഞാൻ പറഞ്ഞു 2 സ്റ്റിമുലസ്. അതിൽ പാവ്ലോ പറയുന്ന ഒരു സ്റ്റിമുലസ് കണ്ടീഷൻ സ്റ്റിമുലസും മറ്റൊരു സ്റ്റിമുലസ് അൺകണ്ടീഷൻ സ്റ്റിമുലസിനാണ്. ഈ കണ്ടീഷൻ സ്റ്റിമുലസിനെയും അൺകണ്ടീഷൻ സ്റ്റിമുലസിനെയും പെയർ ചെയ്യുമ്പോൾ അൺകണ്ടീഷൻ സ്റ്റിമുലസ് കൊടുക്കുന്ന റെസ്പോൺസിനെ തന്നെ നമുക്ക് കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്നും കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷനായിട്ട് തോന്നും. നമുക്ക് എക്സ്പെരിമെൻറ്റിന് ശേഷം തിരിച്ചും ഇവിടെ വന്ന് ഞാൻ പറയാം. ദെൻ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. അതായത് അൺകണ്ടീഷൻ സ്റ്റിമുലസിൽ കിട്ടുന്ന റെസ്പോൺസ് ശരിക്കും അൺകണ്ടീഷൻ റെസ്പോൺസാണ്. അതേ സംഭവം കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിനെ നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, I'll repeat this again. Classical conditioning is a form of learning in which two stimuli are presented together and the response originally elicited by one of them comes to be elicited by the other. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, എലിസിറ്റഡ് മീൻസ് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ 2 സ്റ്റിമുലയെ ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിമുലസിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്ന റെസ്പോൺസിനെ മറ്റൊരു സ്റ്റിമുലസിൽ നിന്നും കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ എലിസിറ്റഡ് റെസ്പോൺസ് ശ്രദ്ധിച്ചു വയ്ക്കുക, നാച്ചുറൽ റെസ്പോൺസ്. ബിക്കോസ് അടുത്ത സ്കിന്നർ തിയറിയിൽ നമുക്ക് വേറെ ഒരു ടൈപ്പ് റെസ്പോൺസ് കൂടെ പറയുന്നുണ്ട് എലിസിറ്റഡ് റെസ്പോൺസിൻ്റെ കൂടെ. ഓക്കെ, സോ എലിസിറ്റഡ് റെസ്പോൺസ് ഇസ് നത്തിങ് ബട്ട് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിമുലസിന് ഉണ്ടാകുന്ന നാച്ചുറൽ റെസ്പോൺസ് നമുക്ക് മറ്റൊരു സ്റ്റിമുലസിൽ നിന്നും കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. എക്സ്പെരിമെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. Basic principles of classical conditioning, these 4 things: stimulus, response, association and substitution. And already you know stimulus is nothing but what I said, it's something which causes reaction in an organism. Any object, it may be an object or event, whatever it is, which elicits a sensory or behavioral response in an organism, then that is stimulus. ഏത് കാര്യവും നമ്മളിൽ ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയും. റെസ്പോൺസ് ഇസ് നത്തിങ് ബട്ട് ദ ബിഹേവിയർ. ആ ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസിന് നമ്മൾ കാണിക്കുന്ന ബിഹേവിയറാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അസോസിയേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 2 സ്റ്റിമുലസിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. 2നെയും ഒന്നിച്ച് മിക്സ് ആക്കി കൊടുത്ത് അതിൽ നിന്നും ഒരു സ്റ്റിമുലസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് മറ്റൊരു സ്റ്റിമുലസിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്നു എന്നാണ്. ഇവിടെ 2 സ്റ്റിമുലസ് തമ്മിലുള്ള അസോസിയേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്റ്റിമുലസിനെ മറ്റൊരു സ്റ്റിമുലസാക്കി മാറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനും നടക്കുന്നുണ്ട്. Let's see the experiment, Pavlov's experiment. ട്രയൽ ആൻഡ് എററിൽ നിങ്ങൾ കണ്ടു കാണും. തോണ്ടേക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആരായിരുന്നു? പൂച്ചയായിരുന്നു അല്ലേ. ഇവിടെ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ഹീറോ എന്ന് പറയുന്നത് ഡോഗാണ്. കൊച്ചു കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു അല്ലേ. ഇപ്പോൾ നിങ്ങൾ പട്ടിയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും ഒക്കെയുള്ള എക്സ്പെരിമെൻറ്റ്സിലൂടെ സൈക്കോളജിക്കൽ തിയറി പഠിക്കുന്നു. ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ്. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ എക്സ്പെരിമെൻറ്റ് ബൈ പാവ്ലോ. മുമ്പേ ഞാൻ പറഞ്ഞു പാവ്ലോ ഒരു ഫിസിയോളജിസ്റ്റ് കൂടെയാണ്. അതുകൊണ്ട് ഒരു സർജിക്കൽ ഓപ്പറേഷൻ വഴി ഡോഗിൻ്റെ സലൈവ സെക്രീഷൻ കളക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടത്തിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. സലൈവ, ഉമിനീർ അല്ലേ. അപ്പോൾ അതിൻ്റെ സെക്രീഷൻ വരത്തക്ക രീതിയിൽ ഒരു സർജിക്കൽ ഓപ്പറേഷൻ നടത്തിയ ഡോഗിനെയാണ് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. ശരിക്കും എക്സ്പെരിമെൻറ്റ് 3 സ്റ്റേജസിലൂടെയാണ് പോകുന്നത്: ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ആദ്യം എന്താ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ, വിശന്നിരിക്കുന്ന ഒരു ഡോഗ്, അതിൻ്റെ മുമ്പിൽ ഒരു ഫുഡ് കാണിക്കുക. ആ ഫുഡ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? സലൈവേഷൻ ഉണ്ടാകും. ആ സലൈവേഷൻ ഒരു ജാറിൽ മെഷർ ചെയ്ത് കളക്ട് ചെയ്യുന്ന രീതിയിലാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അത് കളക്ട് ചെയ്ത് മെഷർ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ബെല്ലടിപ്പിക്കുകയാണ്. ബെല്ലടിക്കുവാണെങ്കിൽ സാധാരണ നമുക്ക് എന്തായിരിക്കും? നമ്മൾ കേൾക്കും. ബെല്ലടിക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ റെസ്പോൺസ്. അപ്പോൾ ഇവിടെ ബെല്ലടിക്കുമ്പോൾ സലൈവേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് വെച്ച് നോക്കുവാണെങ്കിൽ ബെല്ലടിക്കുമ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. കാരണം ബെല്ലടിക്കുമ്പോൾ സലൈവേഷനും ഉണ്ടാകത്തില്ല. ഇതാണ് ബിഫോർ കണ്ടീഷനിങ് പ്രോസസ്സ്. കണ്ടീഷനിങ് സമയത്ത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ബെല്ല് അടിക്കുന്നതിൻ്റെ ഒപ്പം, ബെല്ലടിച്ചതിന് തൊട്ട് ഇറ്റ്സ് ഫോളോ ബൈ റിംഗിങ് ഓഫ് ബെൽ.
ഫുഡ് കാണിക്കുക, അതായത് ബെല്ലടിക്കുന്നു, തൊട്ടടുത്ത് ഫുഡ് കാണിക്കുന്നു. അങ്ങനെ ചെയ്തപ്പം സലൈവേഷൻ ഉണ്ടായി. ഇവിടെ ബെല്ലടിക്കുമ്പോൾ ഇല്ലാത്ത സലൈവേഷൻ ബെല്ലടിക്കുന്നതിൻ്റെ കൂടെ കാണിച്ച് ഫുഡ് കണ്ടപ്പം സലൈവേഷൻ ഉണ്ടായി. അത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് ഒരു സമയമായപ്പം ബെല്ല് മാത്രം അടിക്കുന്നു, ഫുഡ് കാണിക്കുന്നേ ഇല്ല. എന്നാലും ഡോഗിൽ സലൈവേഷൻ ഉണ്ടായി. അത് കളക്ട് ചെയ്ത് മെഷർ ചെയ്തപ്പോൾ ദ സെയിം എമൗണ്ട് ഫസ്റ്റ് വെറും ഫുഡ് കാണിച്ചപ്പോൾ ഉണ്ടായ അത്രയും സലൈവേഷൻ വെറും ബെല്ലടിച്ചപ്പോഴും ഡോഗിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതാണ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്. The experiment that demonstrated the existence of classical conditioning was the association of bell sound with food. Pavlov placed salivation meters on several dogs. During the experiment, Pavlov rang a bell and then gave the dogs food. And obviously, after giving them food, the meters indicated salivation. After introducing the two stimuli, the bell and the food are the two stimulus. After introducing these two stimulus several times, Pavlov managed to get the dogs to salivate to associate them. The proof of this was that the sound of the bell alone made the dogs salivate. ഇങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റ് പോകുന്നത്. വിൽ സീ the rest of this the next video.